പ്രിയപ്പെട്ട ഗുഡ്നസ് പ്രേക്ഷകരെ, മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ പലരെയും പരിചയപ്പെടുകയും പലരെയും ശ്രവിക്കുകയും പലരുടെയും ജീവിതാനുഭവങ്ങൾ നമ്മളെ സ്പർശിക്കുകയും ചെയ്തു. ഇന്നേ ദിവസം നമ്മൾ കേൾക്കുവാൻ പോകുന്നത് ഒരു അടിസ്ഥാന മാനസാന്തരത്തിലൂടെ ക്രൈസ്തവ സഭയിലേക്ക് വരികയും പിന്നീട് സഭയുടെ പണിതുയർത്തപ്പെടുന്നതിന്, കർത്താവിൻ്റെ മൗതിക ശരീരത്തെ പണിതുയർത്തപ്പെടുന്നതിന് വേണ്ടി അനേകർക്ക് സുവിശേഷം പങ്കുവെച്ചു കൊടുത്ത പൗലോസ്ലീഹായുടെ ഭാഷയിലെ സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമായിരുന്നാലും സുവിശേഷം പ്രസംഗിക്കുക എന്ന വചനം തങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കിയ ഒരു ദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, മലയാറ്റൂരിനടുത്ത് കുത്തുങ്കൽ സെൻറ്റ് ജോർജ് ഇടവക അംഗങ്ങളായ തോമസ് എന്ന് പേര് സ്വീകരിച്ച മണിക്കുട്ടനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിസിലിയെയും നമുക്ക് പരിചയപ്പെടാം. അവരുടെ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു പോവുകയും അവർ യേശുവിനെ അനുഭവിച്ചിട്ട് എങ്ങനെ ആ സുവിശേഷ വേലയിൽ സ്ഥിരതയോടെ ഓടുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനായി നമുക്ക് കുത്തുങ്കലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലൂടെ ധാരാളം മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് എപ്രകാരമാണ് കടന്നു വന്നത്, അതെങ്ങനെ മനസ്സിൽ ആനന്ദം നൽകി, വലിയ ആനന്ദത്തിൻ്റെ സദ്വാർത്തയായ കർത്താവ് എപ്രകാരം തന്നെ മഹത്വപ്പെടുന്നു എന്നൊക്കെയാണ് ഈ പ്രോഗ്രാമിലൂടെ വരുന്നത്. അപ്പോൾ ഇന്ന് മണിക്കുട്ടനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ ഈശോ എങ്ങനെ കടന്നു വന്നു, അതെനിക്ക് എങ്ങനെ മനസ്സിൽ ആനന്ദം നിറച്ചു, ആ ആനന്ദം എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കി, അതൊക്കെയാണ് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതുകൊണ്ട് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക്, പ്രത്യേകിച്ച് ഗുഡ്നസ് ടി വിയിലെ പ്രേക്ഷകരായ ധാരാളം പേരുണ്ട്. അവരെല്ലാവരും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് മണിക്കുട്ടനെ സ്നേഹപൂർവ്വം യേശുനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സഹോദരൻ്റെ ഈ എല്ലാവർക്കും ഒരു BCയും ഒരു ADയും ഉണ്ടല്ലോ, കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പും പിൻപും. എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മണിക്കുട്ടൻ ആരായിരുന്നു എന്നൊന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. വീട്ടിലെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അങ്ങനെയൊക്കെയുള്ളവരെ ഒന്ന് പരിചയപ്പെടുത്തി മണിക്കുട്ടനെ എവിടെ എത്തി എന്നൊന്ന് പറയാം. ഞാൻ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു പോയായിരുന്നു. പിന്നെ അമ്മയുണ്ട്, പിന്നെ പെങ്ങളുണ്ട്, പെങ്ങളുടെ മക്കളുണ്ട്, പെങ്ങളുടെ ഭർത്താവുണ്ട്, പിന്നെ ജീവപങ്കാളി. ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. എങ്കിലും കുറച്ചൊക്കെ വഴക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നന്നായി മദ്യപിക്കുമായിരുന്നു, പിന്നെ പുകവലിക്കുമായിരുന്നു. പിന്നെ ഒരു പാർട്ടിയുടെ ഒരു കേരളമായിരുന്നു. അങ്ങനെ ഒക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ പോട്ടയ്ക്ക് പോയിരുന്നു. പോട്ടയ്ക്ക് പോകുമ്പോൾ ഞാൻ അവരോട് വീട്ടിൽ നിന്ന് അമ്മയും പോകും. ഞാൻ പറഞ്ഞു, അപ്പം അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, അമ്മ എന്തിനാണ് ഈ പോട്ടയ്ക്ക് പോണേ? അമ്മ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനമല്ലേ, കേൾക്കാനോ കുഴപ്പം, അത്രയ്ക്കും ഒരു വിശുദ്ധി കിട്ടുമല്ലോ നമുക്കെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പം അമ്മ വെറ്റില മുറുക്ക് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഒരു കാഞ്ചി, അമ്മ ഈ വെറ്റില മുറുക്ക് നിർത്തി കാണിച്ച് ഒരാഴ്ച ജീവിക്കും, അത് ഞാൻ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ഞാൻ നിർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോട്ടയ്ക്ക് പോയത്. ഞങ്ങൾ കുടുംബസമേതം പോട്ടയ്ക്ക് പോയത്. അങ്ങനെ പോകാൻ പ്രേരകമായ കാര്യം എന്താണ്? പ്രേരകമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സഹോദരനായിരുന്നു, 2 സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരന്മാരെ എന്നോട് പറയും, നീ ഒന്ന് പോട്ടയ്ക്ക് പോടാ തിരക്കാം, നീ ഇങ്ങനെ ചുമ്മാ നടക്കാണ്ട്, നിനക്ക് ജീവിതമല്ലേ, ജീവിതം കരക്കാട്ടി കള്ളയെന്തിനാ എന്നും എന്നോട് പറയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം, ഇപ്പോൾ ഒരു പ്രാവശ്യം ചന്ദ്രൻ സോരം വന്നിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മേലിൽ ഈ കാര്യം പറഞ്ഞ് എൻ്റെ വീടിൻ്റെ പടി ചവിട്ടരുത് എന്ന് പറഞ്ഞു. അത് ഞാൻ പുള്ളിയാണ് വിഷമിച്ച് പുള്ളി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പുള്ളിയോട് പറഞ്ഞ് ചതിയായി പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പുള്ളി വീട്ടിൽ പോയി ക്ഷമ ചോദിക്കുകയാണ്. ക്ഷമ ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞു, നീ നന്നാവാൻ വേണ്ടി പറഞ്ഞാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അടുത്ത ആഴ്ച ഞാൻ തീർച്ചയായിട്ടും ഏറ്റവും മുമ്പിലത്തെ ജീപ്പിൽ ഞാൻ ഉണ്ടാവും
എന്ന് പറയുന്നത്. അങ്ങനെ കട്ടൻട്രി ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. അപ്പം അമ്മോട് പറഞ്ഞു, ഇന്ന് പോട്ടയ്ക്കുള്ളമ്മേ എന്ന് ചോദിച്ചു. എന്നെ കളിയാക്കുക എന്ന് ചോദിച്ചമ്മ. അമ്മോട് പറഞ്ഞ് കളിയാക്കല്ല അമ്മ, ഞാനേക്കും വരാനാ എന്ന് പറഞ്ഞു. ഒരു ദിവസം രാവിലെ വണ്ടി വന്നു. പോലീസുകാരൻ പറഞ്ഞു, മണിക്കുട്ടൻ പോരല്ലേ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയുടെ മുമ്പിലിരുന്ന് പോരാം എന്ന് പറഞ്ഞു. അത് ഞാൻ ജവമാല എല്ലാം ഇങ്ങനെ പോട്ടെ പോയി. അപ്പോൾ പോട്ടയിൽ 10-30,000 ആളുകളായിരുന്നു ആശ്രമത്തിൽ. പുറം ചെന്നിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുക. അതൊരു ബ്രദറാണ് അവിടെ ശുശ്രൂഷ ചെയ്ത്. ബ്രദർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നായക്കൻ വിളച്ചൻ കയറി. അപ്പം ഞാൻ അതുവരെയുള്ള എൻ്റെ ചിന്ത അച്ഛനെ കുറിച്ച് തെറ്റായ ചിന്തയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ അച്ഛൻ എന്തോ ഇതുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൂടുതലില്ല, മജീഷനോ കൂടുതലില്ല എന്നുള്ളത്. അത് അച്ഛൻ പറഞ്ഞു, കുറേ പറഞ്ഞു, വചനം പറഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 4-ാം 12-ാം തിരുവചനം, ആകാശത്തിന് കീഴെ മാനവന് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു ദൈവനാമം നൽകിയിട്ടില്ല യേശുവിൻ്റെ അല്ലാതെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഈ വചനം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇട്ടു. ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാം, നടനായിരുന്നു, നാടകം എഴുതിയിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിങ്ങനെ വചനം ഇങ്ങനെ ഞാൻ അവിടെ ഇന്ന് ഒരു 10 പ്രാവശ്യം ഇങ്ങനെ വചനം പറഞ്ഞു നോക്കി. ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉലക്കയും കൊണ്ട് ഇടിക്കുന്ന ഒരു ഇത് വന്നു തന്നെ എനിക്ക് ഉള്ളിൽ. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ ഉലക്കയ്ക്ക് ഇടണമെന്ന് വെച്ചാൽ പുറോട്ടൊക്കെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞപ്പോൾ ആരൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞ് കുറേ ആരാധനയുടെ സമയം വന്നപ്പോൾ എന്നെ ഇവർക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് കയറിയിരുന്നു. ഇപ്പൊ ഈ ഇടിക്കുന്ന പോലെ തോന്നാനുള്ള കാരണം എന്താണെന്നറിയാമോ? ബൈബിളിലൊരു കാര്യം പറയുന്നുണ്ട്, ആ നാളുകളിൽ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, ഞാൻ എൻ്റെ വചനം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, എൻ്റെ വചനം അവർ ഹൃദയത്തിൽ എഴുതും. അതാണ് മണിക്കൂറിന് അവിടെ സംഭവിച്ചത്. ഞാൻ എന്നിട്ട് അച്ഛൻ ആരാധന കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, കഴിഞ്ഞു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഈ വചനം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ, ഞാൻ വേഗം നാടക സ്റ്റൈലിൽ പറഞ്ഞു, ആകാശത്തിന് കീഴെ മാനവന് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു ദൈവനാമവും നൽകിയിട്ടില്ല യേശുവിൻ്റെ അല്ലാതെ, കേട്ടോ എന്ന് അമ്മോട് പറഞ്ഞു. അപ്പം ഇങ്ങനെ എന്നും പറയും, ഇങ്ങനെ പറഞ്ഞ് എന്നെ ഒരു ആത്മീയ പുരുഷനാക്കി ഈ വചനം മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ മദ്യപാനം തീരെ കുറവായി. പൂവലി നിർത്തി. പാർട്ടി പ്രവർത്തനം ഇപ്പം അതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഞങ്ങളുടെ ഈ നാട്ടിൽ ആൾക്കാരോടൊക്കെ ചെന്ന് ഞാൻ പറയും, ആകാശത്തിന് കീഴെ മാനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു ദൈവനാമം നൽകിയിട്ടില്ല. വർത്തമാനം ഇങ്ങോട്ട് പറയാൻ മുമ്പ് തന്നെ ഞാനിത് അങ്ങനെ പറയും. അപ്പം ചിലർ വിളിക്കും, നിനക്ക് പ്രാന്തായിരിക്കുമോ എന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചിരി തുടങ്ങിയെന്ന് കൂട്ടിക്കോ എന്ന് പറഞ്ഞു. അത് കുറേ കഴിഞ്ഞപ്പോൾ അവർ പോരാൻ തുടങ്ങി, പോട്ടയ്ക്ക് പോരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഒരു പോട്ടയ്ക്ക് പിറ്റേ ആഴ്ചയിൽ പോവും, വീണ്ടും പിറ്റേ ആഴ്ച പോവും. അങ്ങനെ നടന്ന് ഞങ്ങൾ ഡിവൈനിൽ ധ്യാനം കൂടാൻ പോയി. ഞങ്ങൾ ധ്യാനം കൂടാൻ പോകുന്നത് ഞങ്ങൾ 10 പേരെ ചേർന്നാണ് ധ്യാനം കൂടാൻ പോകുന്നത്. അന്ന് ഒത്തിരി ആളുകളുണ്ടല്ലോ. ധ്യാനം കൂടാൻ ചെന്ന് രജിസ്റ്റർ ചെയ്തു. ധ്യാനം കൂടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഒരു ചാക്കീരേട്ടനാന്ന് തോന്നുന്നു സാക്ഷ്യം പറഞ്ഞ കേട്ടോ. അപ്പം ഈ സാക്ഷ്യം പറഞ്ഞ കേട്ട് കഴിഞ്ഞ് ഇപ്പം എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞു. പനക്കച്ഛനെ കാണണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും അച്ഛൻ പറഞ്ഞപ്പം ഭാര്യയും ഭർത്താവും ഞങ്ങൾ 2 പേരും കൂടി അച്ഛൻ്റെ അടുത്ത് മുറിയിൽ ചെന്നു. തിരക്കാറന്നു. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്നു. എനിക്ക് ആ കാത്തിരിപ്പ് എനിക്ക് കിട്ടിയ ഗുണം എന്ന് വെച്ചാൽ ക്ഷമിക്കാനുള്ള കൃപ നൽകി. കാരണം എനിക്ക് ക്ഷമിക്കാൻ മൂക്കത്ത് ഈച്ച വരുന്ന
പറന്ന് വെട്ടുന്ന സാധനമാണ് ഞാൻ. ക്ഷമിക്കാനൊരു കൃപനായില്ല. ആ കാത്തിരിപ്പ് ക്ഷമിക്കാനുള്ള കൃപ നൽകി. അച്ഛൻ കഴിഞ്ഞ വെച്ച് പ്രാർത്ഥിക്കുന്നു, ക്ഷമിക്കാനുള്ള കൃപ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് ദൈവസ്നേഹം നിറയാൻ വേണ്ടി നീ എന്നും പ്രാർത്ഥിക്കണം. പിന്നെ എന്ന് പറഞ്ഞ് കുറേ വചനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞ് വിട്ടു. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ് പറഞ്ഞ് ബൈബിൾ കോളേജെന്ന് പറഞ്ഞ്. അപ്പോൾ ബൈബിൾ ഞങ്ങൾ അച്ഛനെ ചെന്ന് കണ്ടു. അച്ഛൻ, ഞങ്ങൾക്ക് ഇവിടെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളെ സഹായിക്കാമോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, തീർച്ചയായിട്ടും, ഞങ്ങൾക്ക് ഫീസ് കൊടുക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തടസ്സച്ചനുണ്ടായി. അപ്പോൾ ഫീസും കൊടുക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചോളാമെന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് വചനം സ്പർശിച്ചു എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സഹോദരന് അങ്ങനെ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് സിസിലി ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് വിശദീകരിക്കാമോ? ഞാൻ ചെറുപ്പകാലം മുതൽ ജനിച്ചു വളർന്നൊരു പെന്തക്കോസ് സമുദായത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കളും പെന്തക്കോസിലായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ഫിലിമൊക്കെ കാണാൻ പോകാറുണ്ടായിരുന്നു. ആ ഫിലിമൊക്കെ കണ്ട കാലത്ത് തുടങ്ങി യേശു ക്രിസ്തുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചതിൽ എന്നും വലിയ അഭിമാനത്തോടെ അന്നുകൂടി ചെറുപ്പം മുതലേ ഞാൻ കണ്ട ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോകാനും ദൈവത്തോടു കൂടെ വീണ്ടും ദൈവത്തെ കേൾക്കാനും ഒക്കെ സാധിച്ചപ്പോൾ വീണ്ടും സന്തോഷമായി. ഞങ്ങൾ 1999 രണ്ടുപേരും വീണ്ടും സഭയോട് ചേർന്ന് മാമോദിസ സ്വീകരിച്ച് വീണ്ടും വിവാഹം കഴിച്ച് പനക്കലച്ചൻ ഞങ്ങൾ വിവാഹം നടത്തി തന്നു. ഞങ്ങൾ ഇടവക ചേർന്നു. ഇപ്പോൾ 25 വർഷമായിട്ട് ഞങ്ങൾ ഇടവകയിൽ 24 വർഷം ഇടവകയിൽ സജീവമായിട്ട് ഞങ്ങൾ പങ്കാളികളാണ്. ഇന്ന് ഞങ്ങൾ ഇടവകയിൽ തന്നെ നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അന്ന് തുടങ്ങി ഞങ്ങൾ സുവിശേഷ വേലയും അതോടൊപ്പം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ സുജ ഈ കാര്യത്തിൽ എങ്ങനെയാണ് സുവിശേഷ വേലയിൽ സഹകരിച്ചതെന്ന് പറയാമോ? ബൈബിൾ കോളേജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ എല്ലാ ആഴ്ചകളിലും ഓരോ വീടുകളിൽ ഞങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥന ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നെ അച്ഛന്മാർ പിന്നെ പറഞ്ഞു, നിങ്ങൾ വീടുകളിൽ വെക്കേണ്ട, ഞങ്ങൾ പള്ളിയിൽ വെച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 7 മണി തുടങ്ങി രാത്രി 9 മണി വരെ പള്ളിയിൽ വർഷങ്ങളോളം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥന നടത്തി. ഇടയ്ക്ക് ധ്യാനങ്ങളൊക്കെ നടത്തുമായിരുന്നു. പിന്നെ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് ദൂരമൊക്കെ നടന്നു പോയി ഓരോ വീടുകളിൽ പോയി സുവിശേഷം പ്രസംഗിക്കും. ഈ 10-25 പേർ ഒന്നിച്ചാണോ പോകുന്നത് ഓരോ വീടുകളിലേക്ക്? അതൊന്നിച്ച് പോകുമായിരുന്നു. പിന്നെ മണിക്കുട്ടൻ കഴിഞ്ഞ് ഡിവൈനിലെ ശുശ്രൂഷകനായല്ലോ. അതെ. അപ്പോൾ സിസിലി എന്ത് ചെയ്തു? ഞങ്ങളന്നേരം ഇവിടെ അമ്മയുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലായിരുന്നു ഇത്രയും വർഷങ്ങൾ. ജീവിത പങ്കാളി അവിടെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. അമ്മയും ഞാനും കൂടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നിങ്ങളിങ്ങനെ ഒരുമിച്ച് കുടുംബങ്ങളിൽ പോയപ്പോഴുണ്ടായ പല അനുഭവങ്ങളെന്ന് പറഞ്ഞല്ലോ, അതിൽ 1-2 പറയാമോ? ഒരനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബക്കാർ ഡൈവേഴ്സ് ആവാനായിട്ട് ഭർത്താവ് പല പ്രാവശ്യം തൂങ്ങി മരിക്കാനായിട്ട് കയറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ വന്നിട്ട് പറഞ്ഞു, അവനൊരു ധ്യാനത്തിന് കൊണ്ടാക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ധ്യാനത്തിന് കൊണ്ടാക്കാം, ആദ്യം ഞങ്ങൾ സംസാരിക്കട്ടെ, അവർ പ്രഷറൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ 2-3 ദിവസക്കാലം ഞങ്ങളൊരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രീതിയിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കണില്ല, ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വചനം എല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഒന്നിച്ചാക്കി. ഇപ്പോൾ 1 വർഷത്തോളമായി അവർ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോബിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം പോലെയാണ് വാസ്തവത്തിൽ സിസിലിയുടെ ജീവിതത്തിലെ ഭർത്താവിൻ്റെ രോഗവും ആ രോഗം സംബന്ധിച്ച കാര്യങ്ങളും. അതൊക്കെ എങ്ങനെയാണ് സിസിലി തരണം ചെയ്യാനിടയായത്, അല്ലെങ്കിൽ അന്നേരം ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്ന് പങ്കുവയ്ക്കാമോ? 2018 നവംബർ മാസത്തിലാണ് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നത്. 2011 ഒരു സംഭവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ആൾക്ക് ജീവിത പങ്കാളിയുടെ ബോധം പോവുകയും ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോവുകയും, അപ്പോൾ അവിടെയെല്ലാം കൊണ്ടുപോയി ഞങ്ങൾ ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ
ഒക്കെ പോകേണ്ടി വന്നു. അവിടെ കിടന്നപ്പോൾ അവർ ആൻജിയോഗ്രാം ചെയ്ത് ഹാർട്ടിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹാർട്ടിനൊന്നും പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ആരും നോക്കിയിട്ട് ഒന്നും കണ്ടെത്താൻ പറ്റില്ല, അസുഖം എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലാവണില്ല. അപ്പോൾ അവസാനം ഡോക്ടർ വിധി എഴുതി മാനസിക രോഗമാണ്. അങ്ങനെ ആളിങ്ങനെ കണ്ണടച്ചിരുന്ന പിന്നെ കണ്ണ് തുറക്കില്ല, സംസാരിക്കില്ല, അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇന്ന് ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു ആൾക്ക് മാനസിക രോഗമാണ്, മാനസിക രോഗ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ മാനസിക രോഗത്തിൻ്റെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞ് മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ആൾ എഴുന്നേക്കണില്ല, ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുക. അസുഖം കൂടുമ്പോൾ ആശുപത്രിയിൽ കൊണ്ട് ചെല്ലും, തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അസുഖം കൂടും, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലും. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഇങ്ങനെ അമ്മയോട് കൂടി വർത്താനം പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മയും മോനും കൂടെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കണ്ണെല്ലാം അടഞ്ഞു പോവും, ഒരു വശത്തേക്ക് വീണ് പോവും. ഒരു ഡോക്ടർക്ക് ഇതെന്താ രോഗമെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കുറച്ച് ദൂരെ നിന്ന് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ ഞാൻ കാണാനുണ്ട് വീടിനെ, അമ്മ കാണുന്നില്ല, അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടുന്ന് ഓടി വന്നു വെച്ചാൽ ഞാൻ വേഗം പിടിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ സംസാരിച്ചു, തലയ്ക്കാണ് അസുഖം ഇങ്ങനെ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുക. പരിശുദ്ധാത്മാവ് സംസാരിച്ചത്. അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡോക്ടറോട് ചെന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, സാറേ ഇങ്ങനെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടല്ലോ, തലയ്ക്ക് എന്തോ അസുഖം ഉണ്ടെന്നൊരു സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 100 ഡോക്ടറെ കാണിക്കും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്യാം, അവിടെ കിടത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു സാറേ ഇനി ഞങ്ങൾ കിടക്കണില്ല, സാറ് ഈ തലയ്ക്ക് ഒരു സ്കാൻ എടുക്കാവോ എന്ന് ചോദിച്ചു. ഞങ്ങൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറോട് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ എടുക്കാം എന്നും പറഞ്ഞ് എഴുതി തന്ന് ഞങ്ങൾ CT സ്കാൻ എടുത്തത്. 2000 രൂപയേ ഉള്ളൂ. സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൾക്ക് സീരിയസ് ആണ്, എത്രയും വേഗം വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, തലയിൽ വെള്ളം നിറഞ്ഞിട്ട് തലച്ചോറ് ചുങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അസുഖം അതായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെന്നു. അവിടെ ചെന്ന് പിന്നെ കൂടെ ബോധം കെട്ടുപോയി പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ കണ്ണ് തുറക്കുള്ളൂ, പിന്നെ വെളിവൊന്നുമില്ല, അങ്ങനെയാണ് കിടക്കണേ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 30,000 രൂപ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. 2011 30,000 രൂപയാവുമെന്ന് പറഞ്ഞു. അപ്പം 30,000 രൂപ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അന്നേരം അത്ര പൈസ ഇല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് നാളെ വരാം, കുറച്ച് പൈസയൊക്കെ ആയിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു ഇന്ന് ഈ രാത്രി പോയാലും പോയി നിങ്ങൾ എവിടെ പോയി പൈസ ഉണ്ടാക്കാനാ, ഇവിടെ ആൾ അഡ്മിറ്റ് ആക്കുക, ആൾക്ക് സീരിയസ് ആണ്, ഇനി കണ്ണ് അടഞ്ഞു പോയി ചിലപ്പോൾ കണ്ണ് തുറക്കണമെന്നൊരു യാതൊരു ഇതുമില്ല, വിചാരിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തോ ധൈര്യത്താൽ ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നിട്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല, ഞങ്ങളിവിടെ വന്നിട്ട് നാട്ടുകാരോട് വന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാം. അപ്പോൾ അവർ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ, പിന്നാലെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പിറ്റേ ദിവസം തന്നെ അവർ സർജറി നടത്തി. അപ്പോൾ തലയിൽ ഒരു ഞരമ്പ് പോയായിരുന്നു, വെള്ളം എല്ലാവരും തലയിൽ നിന്ന് വെള്ളം പോണേ ഞരമ്പ് പോയി, ആ വെള്ളം തലയിൽ നിറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം അവർ ട്യൂബ് ഇട്ട് കൊടുത്തു, പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബ് തലയിൽ നിന്ന് കണക്ട് ചെയ്ത് 3 ഓപ്പറേഷൻ ചെയ്ത് വയറ്റിലേക്ക് ട്യൂബ് ഇട്ട് കൊടുത്തു. 8 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിൽ പോന്നു. ഒരാഴ്ച കൂടെ മരുന്ന് കഴിച്ചു. പിന്നെ യാതൊരു കുഴപ്പമില്ല, ആൾ നോർമലായി അങ്ങനെ നടക്കുമായിരുന്നു. കൂട്ടുകാരന്മാർ ഒരു ചായക്കട ഇട്ട് കൊടുത്തു. ഇവിടെ ചായക്കട ഇട്ട് കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇനി ചായക്കട പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചായക്കട ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഡിവൈയിലേക്ക് തന്നെ പോയി. അപ്പോഴും ഞാനും അമ്മയും ഇവിടെ വീട്ടിൽ അങ്ങനെ ഇരിക്കാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റണില്ല, ഞാൻ വീട്ടിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കുറച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ചുമ നിൽക്കണില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അവിടെ ചെന്ന് അവർ അഡ്മിറ്റ് ആവണമെന്നും പറഞ്ഞ് അന്ന് അഡ്മിറ്റ് ആക്കിയില്ല, നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് വന്ന് കാർഡിയോളജിനെ കാണാൻ പറഞ്ഞ് വിട്ടു. ഞങ്ങൾ മരുന്നൊക്കെ കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ്, വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത വീട്ടിലൊരു ചേച്ചി എന്നോട് വന്ന് ചോദിച്ചു നീ ഇവൻ്റെ അസുഖം വല്ല ശ്രദ്ധിച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല, മരുന്നൊക്കെ കൊടുക്കേണ്ടി ചേച്ചി എന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കണം മാതിരി അതല്ല, ഇവന് അസുഖം കൂടുതലല്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ആശുപത്രി ഇവനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം അയൽക്കത്തെ വീട്ടിലെ ചേച്ചിയാണ് വന്ന് ചോദിക്കുന്നത്. ഇപ്പം ഛർദ്ദിക്കുന്നത് ഇങ്ങനെ കട്ടലപ്പടി പിടിച്ചെന്ന് ഛർദ്ദിച്ചു തുടങ്ങി, അപ്പം ഇന്ന് ഛർദ്ദിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത്രയും കൂടുതലായി. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു നീ എത്രയും വേഗം നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് വയറിങ്ങ് വീർത്ത് വരിക. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ശരിയായി, വയറൊക്കെ വീർത്തിരിക്കണു, വല്ലാത്ത അവസ്ഥ. അപ്പോൾ ഞങ്ങൾ വേഗം പിന്നെ നോക്കി നിൽക്കാതെ വയറ് വീർത്തുകൊണ്ടിരിക്കുക. കളമശ്ശേരി ഹോസ്പിറ്റലിൽ വീണ്ടും കൊണ്ടു ചെന്നു. പിന്നെ ഡോക്ടർ തന്ന ഡേറ്റിനൊന്നും കാത്തു നിന്നില്ല, പെട്ടെന്ന് ഞങ്ങൾ ബസ്സിന് തന്നെ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും വയറൊരു മത്തങ്ങേനേക്കായും വലിയ വയറായി, ഭയങ്കര വയറ്. ഡോക്ടർ പറഞ്ഞു ഇവിടെ വെള്ളം കുത്തി വലിച്ചു കളയണം, ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ശരി എന്നും പറഞ്ഞിട്ട് അവിടെ കിടന്നു.
ഒരു ദിവസം കിടത്തി വെള്ളം കുത്തി വലിച്ചു. വെള്ളം വലിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ നടക്കൂല. പിന്നെ നേരെ വീൽ ചെയറിലേക്ക് വരികയാണ്. വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടാണ് നടക്കണേ. വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് നടക്കണം. പെട്ടെന്ന് മുടിയെല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങണു. പിന്നെ വേറെ ഭക്ഷണമൊന്നും കഴിക്കണില്ല. ശരീരമൊക്കെ അന്ന് തുടങ്ങി ശരീരമെല്ലാം അങ്ങ് ക്ഷീണിച്ചു പോയി. ക്ഷീണിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കോലായി. എല്ലും തോലും എന്ന് പറഞ്ഞാൽ എല്ലും തോലുമായി പോവുകയാണ് പെട്ടെന്ന്. 20 ദിവസമായപ്പോൾ അവിടുത്തെ മെയിൻ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടെ അവനെ മണിക്കൂട്ടനെ ഇവിടെ കിടത്തണ്ട, ഇവിടുന്ന് എത്രയും വേഗം റെഫർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്താ ഡോക്ടറെ ഈ ആൾക്ക് എന്തായാലും സീരിയസ് വല്ലതും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ സിറോസിസ് ആണെന്ന് പറഞ്ഞു. ലിവർ ഒരു ഭാഗം നശിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ അടുത്ത ഓട്ടോറിക്ഷയിൽ കയറി കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെ ചെന്ന് 20 ദിവസം കിടന്നു. 20 ദിവസം ഞാൻ കിടന്ന് മൊത്തം ടെസ്റ്റുകളെല്ലാം നടത്തി, ഒരുപാട് ടെസ്റ്റ് എടുത്തിട്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണില്ല. പിന്നെ അവസാനമായപ്പോഴത്തേക്കും തൊലിയെല്ലാം പൊഴിഞ്ഞു പോയി. ശരീരത്തിൻ്റെ എല്ലാ തൊലിയും പൊഴിഞ്ഞു പോയി. ആ ഡോക്ടർമാരും പറഞ്ഞു 25 ലക്ഷം രൂപ മുടക്കി കരൾ മാറ്റി വെച്ചാൽ ആൾ ജീവിക്കുള്ളൂ, അതിവിടെ ചെയ്യില്ല, നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ 25 ലക്ഷം രൂപയും വേണം, കരളും വേണം, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യുന്നേരം സാറേ ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ആ സ്റ്റേജിൽ എങ്ങനെ മാറ്റം വന്നു? പിന്നെ മാറ്റം വന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനി ദൈവത്തിനല്ലാണ്ട് മനുഷ്യർക്കും ഡോക്ടർമാർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. ഞങ്ങളപ്പോൾ തന്നെ കോട്ടയിൽ അച്ഛനോട് വിളിച്ചു ചോദിച്ചു. ജോജോ മാരിപ്പാട്ട് അച്ഛനായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ധ്യാനം കൂടി, ഒരാഴ്ച ധ്യാനം കൂടി പോന്നപ്പോൾ നമ്മുടെ നായിക്കമറമ്പിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ലിവർ സിറോസിസ് വന്ന ഒരാൾക്ക്, കരൾ നഷ്ടപ്പെട്ട ഒരാൾക്ക് കരൾ തിരിച്ചു കിട്ടുന്നു എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. ആൾക്ക് പനി വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു മൂത്രത്തിൽ പഴുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ധർമ്മഗിരി ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ ചെന്ന് 3 ദിവസം 2019 ഫെസകയുടെ ആ ദിവസങ്ങളിലാണ് ഞങ്ങളവിടെ പോയി അഡ്മിറ്റായി. 3-ാം ദിവസം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് പനി കൂടി കഴിഞ്ഞിട്ട് ബോധമെല്ലാം പോയി, ആൾ മരിച്ച അവസ്ഥയിലേക്ക് വീണ്ടും വരികയാണ്. ഈ അവസ്ഥയിൽ ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് വെൻറ്റിലേറ്ററിലേക്കായി. അങ്ങനെ 3 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു. പിന്നെ എല്ലാ സ്ഥലത്തേക്കും പ്രാർത്ഥനയ്ക്കെല്ലാം വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 48 മണിക്കൂറെന്ന് പറഞ്ഞെങ്കിലും 28 മണിക്കൂറായപ്പോഴത്തേക്കും 24 മണിക്കൂറായപ്പോഴത്തേക്കും കണ്ണ് തുറന്നു. പിന്നെ 3 ദിവസം കൊണ്ട് അങ്ങനെ 3 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു, 9 ദിവസം IC കിടന്നു. ഈ റിപ്പോർട്ടെല്ലാം വായിച്ചു നോക്കിയിട്ട് ഡോക്ടർ നട്ടെല്ല് തുളച്ചൊരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആൾക്കാർ ലിവറെല്ലാം തിരിച്ചു വന്നിട്ട് സൗഖ്യം വന്നിരിക്കുന്നു, പുതിയ ലിവറായിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഇപ്പം എല്ലാം റെഡിയായി. ചോറൊക്കെ വാരി കൊടുക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു, അതെല്ലാം മാറി. ഇപ്പം പൂർണ്ണ ആരോഗ്യവാനായിട്ട് കർത്താവ് എഴുന്നേൽപ്പിച്ച് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വഹിച്ചു, പരിശുദ്ധാത്മാവിനെ മറിയം ഗർഭം ധരിച്ചു. നന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇനിരാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഡിവൈൻ കൂട്ടായ്മയിലും അല്ലാതെയൊക്കെ ക്ലാസ് എടുക്കാൻ പോയിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ അന്ന് വിശദീകരിക്കാമോ എങ്ങനെയാണ്? ശശി മാർട്ടിൻ ബ്രദർ കൂട്ടായ്മയുടെ സംസ്ഥാന കോർഡിനേറ്ററായിരുന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. കേരളം മുഴുവൻ നടന്ന് വചനം പ്രഘോഷിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. സെപ്റ്റംബറിൻ്റെ കൂടെ ഡിവൈൻ വോയിസിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയി. സെപ്റ്റംബർ തളത്തച്ഛനോട് പറയും,
മണിക്കൂറിനെ കൊണ്ടുപോയിട്ട് ഭയങ്കര പ്രയോജനമാണ്, അതുകൊണ്ട് അടുത്ത സ്ഥലത്തും കൊണ്ടുപോകണം എന്ന് പറയും. നീ അന്ന് ചാച്ചമ്പഴേയും കൊണ്ടുപോകും, നീ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണം അവനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾ സംതൃപ്തരാണ്. അതിനുള്ള കാരണം എന്താണ്? കർത്താവിനെ ഞങ്ങൾ മനസ്സിൽ ആരാധിക്കുന്നു, പൂജിക്കുന്നു. കർത്താവിന് ഞങ്ങൾ മക്കളും കർത്താവും ഞങ്ങൾക്ക് അപ്പനുമാണ്. ഇവൾക്ക് ഞാനും എനിക്ക് ഇവളും, അങ്ങനെ ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് ചേട്ടാ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ സാധിച്ചതും നിങ്ങളോട് ഇത്രയും സമയം നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ എപ്പിസോഡ് വരുന്ന സമയത്ത് ധാരാളം പേർക്ക് അഭിഷേകം ഉണ്ടാകാനും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഏത് രീതിയിൽ അവസരങ്ങളുണ്ടാകുമ്പോഴും സുവിശേഷം എത്തിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സുവിശേഷം എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. നിങ്ങൾ രണ്ടുപേർക്കും പ്രത്യേകമായിട്ട് ഈ ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി. പ്രിയപ്പെട്ടവരെ, മണിക്കുട്ടൻ സിസിലി ദമ്പതികളുടെ ജീവിതത്തിലൂടെ കർത്താവ് ഇടപെട്ടതും, അതായത് ക്രിസ്തുവിനെ അറിയാതിരുന്ന കാലഘട്ടത്തിൽ മണിക്കുട്ടൻ ആരായിരുന്നുവെന്നും യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം നമ്മൾ പൗലോസ് അപ്പോസ്തലനെ പോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് ത്യാഗവും സഹിക്കുക, ശാരീരിക ആരോഗ്യം പോലും പരിഗണിക്കാതെ കർത്താവിന് ശുശ്രൂഷ ചെയ്ത ഒരു ദാസനെയാണ് നമ്മൾ കേട്ടത്. കർത്താവ് ആരെ സ്പർശിക്കുന്നുവോ അവർക്കൊക്കെ തന്നിൽ യേശു രൂപപ്പെടാൻ തുടങ്ങുന്നതിൻ്റെ തോതനുസരിച്ച് മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ ദമ്പതികളുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. ഇത്രയും സമയം നമ്മൾ ഇവരെ ശ്രവിച്ചു. ഇവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഇവർ രണ്ടുപേരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. ഇവരിലൂടെ നടന്നിട്ടുള്ള എല്ലാ ദൈവവേലകളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അനേക അക്രൈസ്തവരായിരുന്ന സഹോദരങ്ങൾക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാനും ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും സഭയിൽ മാമോദീസ വഴി അനേകരും അങ്ങയുടെ മൗതിക ശരീരമായി തീരുവാൻ ഈ മക്കളെ ഉപകരണമാക്കിയതിന് പ്രത്യേകം അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അടുത്ത ആഴ്ചയിൽ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിൽ മറ്റൊരു വ്യക്തിയുമായി നമുക്ക് കണ്ടുമുട്ടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.